തൃശൂർ പാലിയക്കരയിൽ ടോൾ പിരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നാലുടൻ ടോൾ പിരിവ് തുടങ്ങാനാണ് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ തീരുമാനം. ടോൾ ബൂത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പോലീസ് സുരക്ഷയും ഉറപ്പാക്കും. പാലിയക്കരയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ടോൾ പിരിക്കാം എന്നുള്ള കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടാകും. നേരത്തെ ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ കോടതി ഉയർത്തിയ അതിരൂക്ഷമായ വിമർശനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ടോൾ പിരിക്കാനുള്ള ഒരുക്കങ്ങൾ ഏത് തരത്തിലാണ്? പാലിയക്കരയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അമൽ സുരേന്ദ്രൻ? റീജിത്ത്, ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരുന്നു, ഉപാധികളോടെ ടോൾ പിരിവ് പുനരാരംഭിക്കുവാനുള്ള ഒരു സാധ്യതകളെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് പാലിയേക്കരയിലെ ടോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ടോൾ പിരിവ് പുനരാരംഭിക്കുവാനുള്ള സാധ്യതകളെല്ലാം നിലനിൽക്കുമ്പോൾ, ഇന്നു മുതൽ ഇതൊരു പുനരാരംഭിക്കുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ഇവിടെ അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്. വാഹനങ്ങൾ പരിശോധിക്കുവാനുള്ള ക്യാമറകൾ അടക്കം, അല്ലെങ്കിൽ ഈ ടോൾ പിരിവിന് മുൻപുണ്ടായിരുന്ന ജീവനക്കാർ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെല്ലാം തിരികെ വന്നിട്ടുണ്ട്. ഏതായാലും ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ ടോൾ പിരിവിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അവർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയൊക്കെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ പരിഷ്കരണങ്ങളോട് കൂടി ടോൾ പിരിവ് നടത്തുമോ എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് അറിയാനുള്ളത്. അതായത് ഇപ്പോൾ ഈ ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ഗതാഗത കുരുക്കാണ്. പ്രത്യേകിച്ചും മുരിങ്ങൂർ ഭാഗത്തുള്ള എല്ലാം ഗതാഗത കുരുക്കൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സമായിരുന്നു ഈ ഒരു വഴിയിൽ ഉണ്ടാകുന്നത്. തൃശ്ശൂരിൽ നിന്നും അടക്കം എറണാകുളം പോകുന്നവർക്ക് വളരെ വലിയൊരു ദുരിതം ഈ ദേശീയപാതയിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസിൽ ഉണ്ടാകുന്നത്. ഏതായാലും ഷാജി കോർഡിനേറ്ററിനെ പോലുള്ള ആളുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് 50% ടോൾ പിരിക്കുന്ന ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം, ബാക്കി ഈ പണി പൂർത്തിയായതിനു ശേഷം മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നൊരു ഒരു ആവശ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നുള്ള ഒരു സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതി ഇപ്പോൾ ടോൾ പിരിവ് പുനരാരംഭിക്കുവാനുള്ള ഒരു സാധ്യതകളെക്കുറിച്ച് ഇപ്പോൾ സാധ്യതകളുമായി മുന്നോട്ട് പോകുന്നത്. റീജിത്ത്, ശരി, കർശന ഉപാധികൾ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്താൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്ന് വരും. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാവുന്ന മുറയ്ക്ക് ടോൾ പിരിവിന്റെ സ്വഭാവം ഏത് തരത്തിലായിരിക്കും എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരും. അമൽ സുരേന്ദ്രൻ പാലിയക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.